വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫൈനലി അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാനൊരു വീഡിയോ ആയി. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയാൻ ഒരു ഇതുണ്ട്. കാരണം ഞാൻ മുന്നേ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ലോങ് വീഡിയോ ആയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് Q&A ആയിട്ടാണ്. ഐ തിങ്ക് ഒരു 1 വീക്ക് മുന്നേ ഞാൻ തോന്നുന്നു ഒരു നോട്ട് ഞാൻ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. ലെറ്റ് നോ അബൌട്ട് മീ എന്തോ പറഞ്ഞിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസും ഒരുപാട് ആൾക്കാർ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു ടു ഓൾ. കാരണം നിങ്ങൾ ആ മെസ്സേജ് അയക്കാൻ കാണിച്ച ആ ഒരു എഫേർട്ടും ആ ഒരു ടൈം ഒക്കെ ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഭയങ്കര വാല്യൂഡാണ്. എന്തായാലും നമുക്ക് Q&A നോക്കാം. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 10-11 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. പേര് ഞാൻ വായിക്കുന്നില്ല, കാരണം ഞാനിത് എഴുതിയെടുത്തുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ചേച്ചി ഇവിടെ ഇല്ല, അല്ലെങ്കിൽ പുള്ളിക്കാത്തിയുടെ ഫോണിൽ നോക്കിയിട്ടെങ്കിലും വായിക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ സംഭവം എഴുതിയെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ സോറി ചോദിക്കുന്നു, കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ Q&A അടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വാട്ട്സ് യുവർ നെയിം, ഏജ്, വീട് എവിടെയാണ്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. ഇതൊക്കെ പലരും ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ ഒന്നാക്കി എടുത്തുള്ളതാണ്. എൻ്റെ പേര് വന്നിട്ട് നിയ TM എന്നാണ്. പക്ഷേ എൻ്റെ അടുത്ത് ആരെങ്കിലും പേര് ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പറയൽ നിയ മനോജ് അല്ലെങ്കിൽ നിയ എന്നാണ്. ഏജ് വന്നിട്ട് 18 ഡിസംബർ 2006 ആണ്. വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ വീട് ഗുരുവായൂർ തൃശ്ശൂരാണ്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളി തന്നെയാണോ. മലയാളി തന്നെയാണ്, കേരളത്തിൽ തൃശ്ശൂർ ഗുരുവായൂരുകാരിയാണ്. എക്സാക്ട് ലൊക്കേഷൻ പറയാമെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ പറയാറുണ്ട്, എന്നാലും പറയാനും ബ്രഹ്മോളാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു K-pop. ഇതും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. BTS കാരണമാണ് K-popലോട്ടേക്ക് വന്നത്. ബ്ലാക്ക് പിങ്ക് ഇഷ്ടമാണോ, ട്രൈസ് ഇഷ്ടമാണോ, സ്റ്റെറി കിഡ്സ് ഇഷ്ടമാണോ? അഫ്കോഴ്സ് ആസ് എ പേഴ്സൺ ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ K-pop ആണെങ്കിലും I-pop ആണെന്നുണ്ടെങ്കിലും പോപ്പ് ആണെന്നുണ്ടെങ്കിലും. ബട്ട് ഒഫീഷ്യലി ഞാനൊരു ആർമിയാണെന്ന് ഞാനിപ്പോഴേ പറയുന്നു. ഹൗ ഡു ഐ ഗെറ്റ് ഇൻ ടു K-pop എന്ന് വെച്ചാൽ കൊറോണ ആ ഒരു പീരീഡ് ആയ സമയത്ത് എൻ്റെ ചേച്ചി ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ BTSൻ്റെ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇൻവോൾവ് ആവുന്നത്. എൻ്റെ ഫസ്റ്റ് BTSലെ സോങ് എന്ന് പറയുന്നത്, കേൾക്കുന്ന സോങ് എന്ന് പറയുന്നത് ലൈഫ് ഗോസ് ഓൺ ആണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്ന K-pop സോങ് ഏതാണെന്ന് വെച്ചാൽ ഗംഗം സ്റ്റൈലാണ്. ബട്ട് അന്ന് എനിക്കത് അറിയില്ലായിരുന്നു K-pop സോങ് എന്നുള്ള കാര്യം. സോ ദാറ്റ് ഫസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ള K-pop സോങ് ഗംഗം സ്റ്റൈലാണ്. ഈവൻ ടു ഐ ഡോണ്ട് നോ. ബട്ട് ഫസ്റ്റ് എന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു K-pop സോങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള K-pop സോങ് എന്ന് പറയുന്നത് ലൈഫ് ഗോസ് ഓൺ ആണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പറയുന്നത് ബ്ലാക്ക് സ്വാൻ ആണ്, BTSൻ്റെ. പിന്നെ അവിടെ നിന്നാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്, ക്യാൻ ഇന്ത്യൻസ് ബിക്കം K-pop ഐഡൽ. ആ സമയത്ത് മറ്റേ ഞാൻ വേറൊരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു, പ്രിയങ്കയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ഒരാൾ K-pop അല്ല, സെറ്റ് പോപ്പ് എന്തുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ജസ്റ്റ് ആളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഐ ഫീൽ ക്വൈറ്റ് എന്താ പറയുക മോട്ടിവേറ്റഡ്, അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടാകത്തില്ലേ, അങ്ങനെ തോന്നി. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം പോയിട്ട് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത് ചേച്ചിയുടെ അടുത്താണ്. ഞാൻ ഒരാളടുത്ത് പോയിട്ട് ഐ വോണ്ട് ടു ബി K-pop ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ആളിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് യു ക്യാൻ ഡു ഇറ്റ്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഓഡീഷൻസ് കൊടുത്തു തുടങ്ങുന്ന തന്നെ വോക്കലിസ്റ്റ് എന്ന ഇതിലോട്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ റാപ്പ് എന്നതിലോട്ടായി കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ശ്രീക്കുവാണ്. ലീസയുടെ ലാലീസ പറഞ്ഞ സോങ്ങിലെ റാപ്പ് ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ശ്രീക്കു എൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത്. അന്ന് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഐ എം നോട്ട് ജസ്റ്റ് എ വോക്കലിസ്റ്റ്, ഐ കുഡ് ബി എ റാപ്പർ ടു എന്നുള്ളത്. അവിടെ നിന്നാണ് ഞാൻ റാപ്പും കൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് ഞാൻ K-popലോട്ടേക്ക് എത്തിപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഇഫ് യു ഹാഡ് ടു സാക്രിഫൈസ് യുവർ ലൈഫ് ഫോർ സംവൺ ഹൂ വുഡ് ഇറ്റ് ബി? ഓക്കെ, എക്സ്പെക്ട് യുവർ ഫാമിലി. I don't think I will sacrifice my life to save somebody. I know you guys are going to be like ഈ കൊച്ചെന്താ ഇങ്ങനെയെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഐ എം സോറി ബട്ട് ഞാനിങ്ങനെയാണ്. ഓക്കെ, ടെൽ മീ മാം what I have to tell you, what I have to tell about me. അതോട് പറയാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ സ്റ്റോറേജ് ഇല്ല പറഞ്ഞിട്ടൊരു വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് ബ്രേക്ക് ആയിട്ടത്, സോറി. അടുത്ത വന്നിട്ട് BTSലെ ബയാസ്, ബ്ലാക്ക് പിങ്കിലെ ബയാസ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുടെ പേരിലെ ബയാസ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ബയാസ് ഇല്ല.
ബട്ട് ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ BTS വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്താ 7 ആൾക്കാർ വരെ അച്ചടിച്ച പോലെ വെച്ചേക്കുന്നതെന്ന്. പക്ഷെ അന്ന് എനിക്ക് ഫിമിലർ ആയിട്ടുള്ളൊരു ഫേസാണ് ജിമിൻ്റെ. സോ ദാറ്റ് ജിമിൻ വിൽ ബി മൈ ഐഡൽ ക്രഷ്. ഞാനിപ്പോഴും പറയുന്നു ഐഡൽ ക്രഷ് എന്ന്. ഇനിയിപ്പോൾ ആരും വന്നിട്ട് യു വാണ്ട് ടു മാരി ഹിം എന്ന് ചോദിക്കണ്ട. കാരണം പലപ്പോഴും ഞാൻ ജിമിനാണ് എൻ്റെ ഒരു ഐഡൽ ക്രഷ് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ് യു വാണ്ട് ടു മാരി ഹിം എന്ന്. ആസ് എ പേഴ്സൺ ആൻഡ് ഹീ ഈസ് മൈ ആർട്ടിസ്റ്റ്, ഐ റെസ്പെക്ട് ഹിം. ഞാനൊന്നല്ല, എല്ലാ ആർമീസും അങ്ങനെയാണ്. സോ ഡോണ്ട് തിങ്ക് എല്ലാ ആർമീസും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ സ്വപ്നം കണ്ടു നടക്കുകയാണ് അവരുടെ ആർട്ടിസ്റ്റിനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ആരും വിചാരിച്ചിട്ട് ആരും മെസ്സേജ് അയക്കണ്ട, ആരും അങ്ങനെ വരും വേണ്ട. ഇനി ബ്ലാക്ക് പിങ്കിലും എനിക്കങ്ങനെ ബയാസൊന്നുമില്ല. എനിക്ക് ജെനിനെ ഇഷ്ടമാണ്, ലിസനെ ഇഷ്ടമാണ്, റോസിനെ ഇഷ്ടമാണ്, ജിസുവിന് ഇഷ്ടമാണ്. ബട്ട് ലിസിയാണ് എൻ്റെ ഒരു എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഒരു എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ലിസിയാണ് ഞാൻ പറയും. കാരണം പല കാര്യങ്ങൾ കൊണ്ടും എനിക്ക് പല സമയത്തും ഞാൻ ലിസയുടെ കാര്യങ്ങൾ റിലേറ്റബിൾ ആണ്. മൂപ്പരാളുടെ കുറേ പറയാൻ എന്ത് മറന്നു, നമുക്ക് അടുത്തതിൽ പറയാം. എനിക്ക് അറിഞ്ഞുകൂടാ, മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എനിക്കിഷ്ടമാണ്, എല്ലാവരും. എനിക്ക് ജെനിനെ ഇഷ്ടമാണ്, ലിസനെ ഇഷ്ടമാണ്, റോസിന് ഇഷ്ടമാണ്, ജിസുവിന് ഇഷ്ടമാണ്. തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. വാട്ട് മേക്സ് യു ഹാപ്പിയർ? വാട്ട് മേക്സ് മീ ഹാപ്പിയർ എന്ന് ചോദിച്ചാൽ മ്യൂസിക്. കാരണം ഞാൻ എത്ര ഡള്ളായിട്ടിരുന്നാലും എത്ര ഡൗൺ ആയിട്ട് പോയാലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടി തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹാപ്പിയാണ്, ഞാൻ അവിടെ ഓക്കെ ആവും. ഇതുപോലെ ഇതേ കാര്യം തന്നെ ഡാൻസേഴ്സിന് റിലേറ്റ് ചെയ്യാം. ചില ഡാൻസേഴ്സ് എത്രയൊക്കെ ഡള്ളായിട്ടിരുന്നാലും ഡൗൺ ആയിട്ടിരുന്നാലും അവർ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ്, ഒരു ഐഡൽ ആവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹയസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു ഹയസ്റ്റ് ഒരു ട്രോഫി അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇറ്റ് വുഡ് ബി ഗ്രാമി. ഇനി എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വിച്ച് കമ്പനി വൺ യു ഗോ എന്നുള്ളതൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അൺടിൽ അവരെന്നെക്കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് വരെ ഞാനൊന്നും മിണ്ടത്തില്ല. അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഇതിൽ ഒഴുക്കിൽ പോട്ടെ, എല്ലാം നല്ല രീതിക്ക് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫെയർ സ്കിൻ ബനാ സക്തേ ഹോ തോ ബനെ കെ ദേഖോ. ഓക്കെ, പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ക്യാൻ മേക്ക് യുവർ സ്കിൻ better then show me. I mean if you can show your face to me then show me. I don't think I did a video without my face. ഇപ്പോൾ കൂടെ ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്. Right now I am also showing my face. I hope you can see me well. How do you convince your parents? I think ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. So this is our last question. How do I convince my parents? First of all, എന്നെ കുറിച്ച് പറയാം. 9 മണിക്ക് സ്കൂളുണ്ടെങ്കിൽ 8:30 8:45 എണീച്ച് പോകുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അല്ല, സ്കൂളിലാണെന്നുണ്ടെങ്കിൽ 12:30 എണീക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ലൈഫിൽ ഒട്ടും പ്രോഗ്രസീവ് ആയിരുന്നില്ല ഞാൻ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർഡറായിട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ചിന്തയില്ലാത്ത ക്യാഷ്വലായിട്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ എൻ്റെ ലൈഫ് എൻഡുകളിൽ ചേഞ്ച് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ 4 മണിക്ക് ഇരിക്കാൻ തുടങ്ങി, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, വോക്കൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, ഡയറ്റ് എടുക്കാൻ തുടങ്ങി. പല രാത്രികളും ഉറങ്ങാണ്ട് ഏകദേശം ഒരു 2 മണി 1:30 വരെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒട്ടും ശീലമില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ പെട്ടെന്നുള്ളൊരു ചേഞ്ച് എൻ്റെ വീട്ടിൽ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒട്ടും ശീലമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പിന്നെ ശീലമാക്കി കൊണ്ടുവന്നത് അവരെ സംബന്ധിച്ച്. കാരണം അത്ര വരെ കണ്ടിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ. പെട്ടെന്ന് പ്രോഗ്രസീവായി കറക്റ്റ് സമയത്ത് ഓരോന്നിനും അതിൻ്റെതായ ടൈം വെച്ചിട്ട് ചില ഇത്ര ടൈമിലുള്ള ഫുഡ് കഴിച്ച് തീർന്നു ഞാൻ എവിടെയെങ്കിലും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത്രയും സമയത്തുള്ള ഫുഡ് കഴിച്ച് തരും. ഇത്ര ടൈമിൽ കുളിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലുള്ള കുളിച്ചായിരുന്നു. ഇന്ന ടൈമിൽ പഠിക്കും, ഇന്ന ടൈമിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, ഇന്ന ടൈമിൽ വോക്കൽ ട്രെയിൻ ചെയ്യും. അങ്ങനെ സെൽഫായിട്ട് ഓരോന്നും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരാം. പിന്നെ അതുപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ ടൈം കുറച്ച് ഇതായി 2 മണി 1 മണി 1:30 വരെയൊക്കെ ഞാനിരിക്കും ഉറങ്ങാതെ പാട്ടും ഡാൻസും പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പോൾ ഉറങ്ങുകയെന്നുണ്ടെങ്കിൽ തന്നെ 4 മണിയാകുമ്പോൾ എണീക്കും. ആ ഒരു ടൈം ആകുമ്പോഴും
അലാറാം വെച്ചിട്ട് എണീക്കുന്നൊരു ടൈം ഉണ്ടായിരുന്നു, അലാറാം ഇല്ലാതെ എണീക്കുന്നൊരു സമയമായി തുടങ്ങി. പിന്നീട് അത് അത്രയും എഫേർട്ടും കാര്യങ്ങളും ഞാൻ എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്നെ മനസ്സിലായി ദിസ് ഈസ് മൈ ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ കുറച്ചും കൂടെ നോക്കിയായത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഹാപ്പിയാണോ ഇല്ലേ എന്നാണ് അവരുടെ മെയിൻ പ്രയോറിറ്റി. എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്, ഇതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അവരെന്തായാലും എന്നെ പറഞ്ഞേക്കുന്നത് എനിക്ക് 100% ഷുവറിറ്റി ഉണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വേറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പാരൻസിനെ കൺവിൻസ് ചെയ്യാനുള്ള ടിപ്സ് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ പാരൻസിനെ കൺവിൻസ് ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അക്കരെ നിന്നാൽ ഇക്കരെ കാണുന്നത് പച്ച എന്ന് പറയുന്ന ആൾക്കാണ്. എൻ്റെ പാരൻസ് പോലെയാവില്ല നിങ്ങളുടെ പാരൻസ്. നിങ്ങളുടെ പാരൻസിനെ സമ്മതിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതാരും പറഞ്ഞതിൻ്റെ ടിപ്പിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അല്ല സംസാരിക്കുക, അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക. എനിക്ക് ഇന്നതാണ് ആഗ്രഹം, ഇന്ന അടുത്തേക്ക് എത്തണം എന്നുള്ളതാണ്. നിങ്ങൾ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസാണ് അറ്റ് എനി പോയിന്റ് അവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം അതിനെ വില്ലിങ് ആണെന്നുള്ളത്. പിന്നെ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, നമ്മൾ എത്രത്തോളം അതിനെ എന്താ പറയുക, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും അവരുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, പാരൻസിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇതാണ് വർക്കായിട്ടുള്ള കാര്യം. ഞാൻ എടുക്കുന്ന ഹാർഡ് വർക്ക്സും കാര്യങ്ങളും കണ്ടിട്ട് തന്നെയാണ് അവർ ഓക്കെ ഉള്ളത്. പലപ്പോഴും ഞാൻ ഉറങ്ങാറൊന്നുമില്ല. എൻ്റെ ഒരു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളും ഞാൻ ഉറങ്ങാതെ കരഞ്ഞ സമയമുണ്ട്, പ്രാക്ടീസ് ചെയ്തിരുന്ന സമയമുണ്ട്. ഇപ്പോഴും ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, കാരണം എനിക്കറിയാം ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഞാൻ വിചാരിച്ചത് അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹൗ ഡു യു റിയാക്ട് ടു ബാഡ് കമൻറ്റ്സ് അല്ലെങ്കിൽ ഹേറ്റ് കമൻറ്റ്സ്, അല്ലെങ്കിൽ ഹൗ ഡു യു ബിക്കെയിം സ്ട്രോങ് എന്നുള്ളതൊക്കെ. എനിക്ക് വന്നിട്ടുള്ള എന്താ പറയുക, അങ്ങനെ ഹേറ്റ് കമൻറ്റ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, മേ ബി ഒരു തോട്ടായിരിക്കണം. ഞാനത് അവരെ സീരിയസ്ലി റെസ്പെക്റ്റ് ചെയ്യുന്ന ഓരോ വേർഡ്സിന്. എനിക്ക് കൂടുതൽ വന്നിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഹിന്ദിക്കാരാന്ന് തോന്നുന്നു. പലവരും എനിക്ക് മെസ്സേജ് ഉള്ള കാര്യമാണ് ഫെയർ സ്കിൻ അല്ല എന്നൊരു ടോപ്പിക്ക്. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ലൈക്ക് ദിസ്. ഫോർ മീ എൻ്റെ കണ്ണിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നുള്ളത്. മേ ബി അവരുടെ തോട്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം. പലരും വന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഫേസ് അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് അവരിങ്ങനെ തിരിച്ച് നാട്ടിലോട്ടൊക്കെ പാക്ക് ചെയ്യും. അതുകൊണ്ട് പേടിക്കേണ്ട, വേണമെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് പഠിച്ചോ, അതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ഇതിനുള്ള ഒരു ഇതൊന്നുമില്ല, പൊട്ടൻഷ്യലൊന്നുമില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഹേറ്റ് കമൻസിനെ റിയാക്ട് ചെയ്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. കാരണം അവർക്കറിയത്തില്ല ഞാൻ എത്ര രാത്രി കിടന്നുറങ്ങിയിട്ടില്ല, എത്ര ഈ പറയുന്ന ആൾക്കാരൊക്കെ കേപ്പബിളാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങാതെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേ ഓഫ് എനിക്ക് എന്തായാലും തിരിച്ച് കിട്ടും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. ഞാൻ 1-2 റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്രയും ഓവറായിട്ട് പോവും എനിക്ക് തോന്നുന്നുള്ള കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ നിൽക്കാറില്ല. പിന്നെ മെസ്സേജസ് അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പലതും വിട്ടുപോകാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, നല്ല രീതിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളത്. ഞാൻ ഇതുവരെ ആരെയും ചീത്ത വിളിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഐ ഡോണ്ട് നോ ഐ ആം ക്രൈങ്. ഹൗ ഡു ഐ ബിക്കെയിം സ്ട്രോങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് എന്നെ സ്ട്രോങ് ആക്കുന്നത്. നമ്മളെ കൊണ്ട് ഒരാൾ എത്രത്തോളം പറ്റില്ല എന്ന് പറയുന്നു, അതിലാണ് നമ്മൾ കൂടുതൽ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഇതാക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കറിയാം ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ ഒരു എൻ്റയർ കരിയർ മാറ്റി നിർത്തിയിട്ട്, എൻ്റെ ഒരു ലൈഫ് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ടു ബി എ ആർട്ടിസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ ഞാൻ ഡൗൺ ആവേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, ഞാൻ ശ്രീകുന് കൊടുത്തിട്ടുള്ള കുറച്ച് പ്രോമിസസ് ഉണ്ട്, അതെനിക്ക് എന്താ പറയുക നിറവേറ്റി കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കണം ഞാൻ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള മെയിൻ റീസൺ. അത് കഴിഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കൺഗ്രാജുലേഷൻസും അതുപോലെ തന്നെ ചേച്ചി സ്ട്രോങ് ആയിട്ടിരിക്കണം, ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട്, പാട്ട് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ അയക്കുന്ന കുഞ്ഞു മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വാല്യൂഡ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ ഒരു റെസ്പോൺസിന് ഇത്രയും
ആ ഒരു നോട്ടിന് ഇത്രയും റെസ്പോൺസ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ടൈമും അതുപോലെ തന്നെ ഫുഡും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. അത് ഞാൻ ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജസും കാര്യങ്ങളും പരമാവധി ഞാൻ റിപ്ലൈ വരാൻ നോക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ സോറി ചോദിക്കുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അടിയിൽ കൊടുത്തിടാം. എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇങ്ങനെ ഐഡലാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാൻ ഉള്ളത് എന്നുള്ളത്. ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനല്ല. എനിക്ക് പലരും മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും എത്തുന്നതിന് മുന്നേ നിങ്ങളെ വീഴ്ത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പ്ലീസ് ഡോണ്ട് മൈൻഡ് ദം എന്നെനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്കൊരു ഉയർച്ച ഉണ്ടെങ്കിൽ താഴ്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ആ താഴ്ചയ്ക്ക് വേണ്ടി കുറേ ആൾക്കാർ കല്ലെറിയാൻ പലതും പറയും. അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് എന്നുള്ളൊരിത് യു ഹാവ് ടു ബിലീവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നെനിക്ക് പറയാനുള്ളൂ. അത്ര തന്നെ എനിക്കുള്ളൂ. നിങ്ങളെ വിശ്വസിക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, എഫേർട്ട് എടുക്കുക. അപ്പം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പറയാൻ വിട്ടുപോയി, ആ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള നല്ല കമൻസ് ആയിക്കോട്ടെ, ഹേറ്റ് കമൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ കൺഗ്രാജുലേഷൻസും പിന്നെ അതുപോലെ തന്നെ കുറേ ഹാർട്ട് ഇമോജിസും എല്ലാത്തിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ പാർട്ട് 2 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് കൊറിയൻ ലാംഗ്വേജ് പഠിച്ചെന്നുള്ളത്. ടെയ്ത പറഞ്ഞ ആപ്പാണ്. നിലവിൽ അവർക്ക് പ്രീമിയം ഉണ്ട്. 399 ആയിരുന്നു. ഞാൻ ചേർന്ന സമയത്ത് എനിക്ക് 199 ആയിരുന്നു. ഇപ്പോൾ കൂടിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാസ് വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയോളം തരാം.